ഇ പി ജയരാജന് ബാധകമായ കാര്യങ്ങൾ പിണറായി വിജയനും ബാധകമാവുമല്ലോ. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഇ പി ജയരാജൻ്റെ വകയിലേതോ ബന്ധുവായിരുന്നു. ഇത് മകളാണ്. സംസ്ഥാന സർക്കാരിന് ഉടമസ്ഥതയുള്ള ഒരു കമ്പനിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇടപാട് നടത്തിയിട്ടുള്ളതും അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതും. അപ്പോൾ ഇ പി ജയരാജൻ്റെ ഒരു നിയമം, പിണറായി വിജയന് വേറെ നിയമമാണ്. വീണ വിജയനെതിരായിട്ടുള്ള തുടർ നീക്കങ്ങളിൽ, വേണ്ടയ്ക്കെതിരായ തുടർ നീക്കങ്ങളിൽ ഇപ്പോൾ അവർ കോഴിക്കോട് ഇന്നൊരു വിശദീകരണ യോഗം നടത്തുകയാണ്. അതായത് CPM-നെതിരാണ് തരത്തിലുള്ള വിശദീകരണ യോഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് CPM ആ നയത്തെ പാർട്ടിപരമായി തന്നെ നേരിടുന്നു എന്ന് തന്നെ. കഴിഞ്ഞ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് CPM പറഞ്ഞിരുന്നത് 2 സ്ഥാപനങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു ഇടപാടിൽ നാട്ടുകാർക്ക് എന്ത് കാര്യമെന്നാണ്. അതിലൊരു സ്ഥാപനം സർക്കാരിന് ഓഹരി പങ്കാളിത്തമുണ്ട് എന്ന് എൻ്റെ കേസിലൂടെ പുറത്തു വന്നപ്പോഴാണ് CPM ആ വാദം അവസാനിപ്പിച്ചത്. പിന്നീട് പറയുന്നത് ഇത് പിണറായി വിജയനല്ല കുറ്റക്കാരൻ, അത് വീണയുണ്ടെങ്കിൽ വീണ വ്യക്തിപരമായി നോക്കിക്കോളൂ എന്നാണ്. എനിക്ക് പറയാനുള്ള കാര്യം, വീണ വ്യക്തിപരമായി ഈ വിഷയത്തെ നോക്കുന്നില്ല. ഈ നിമിഷം വരെയും ഈ കേസിൽ ഞാനുൾപ്പെടെയുള്ള ആളുകൾ ആരോപിച്ചിട്ടുള്ള, കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പത്രക്കുറിപ്പിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വീണ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാൻ മടിയാണെങ്കിൽ വീണയ്ക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഈ നിമിഷം വരെയും ഈ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുള്ളതല്ല, എനിക്ക് വിദേശത്ത് അക്കൗണ്ടില്ല, എനിക്ക് പണമിടപാടില്ല, ഇതൊന്നും വീണ പറഞ്ഞിട്ടില്ല. വീണയ്ക്കത് പറയാൻ കഴിയില്ല, അതാണ് സത്യം. പിന്നെ അദ്ദേഹം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു ഏറ്റവും മുഖ്യമായൊരു കാര്യം, ഇത് തൻ്റെ മകളായതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ നടപടികൾ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, അതിനൊരു സംശയമില്ല. കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്താണെന്ന് അദ്ദേഹം ഒന്ന് വായിച്ചാൽ മതി. കാരണം അധികാരത്തിലിരിക്കുന്നൊരു വ്യക്തിയുടെ ബന്ധു മകൾ, അയാൾക്ക് കിട്ടേണ്ട കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ ആണ് അതിനകത്ത് പ്രതി. തീർച്ചയായിട്ടും പിണറായി വിജയനിലേക്ക് വന്നിട്ടുള്ള കൈക്കൂലി ഏത് വഴി റൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഇവിടുത്തെ ചർച്ചാ വിഷയം അല്ല. വീണ എന്തെങ്കിലും തരത്തിലുള്ള സേവനം ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്തിട്ട് ആരെങ്കിലും ഒന്നും മേടിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയണം. അപ്പോൾ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് 100% കള്ളമാണ്. കുറച്ച് ദിവസത്തേനെങ്കിലും എൻ്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് കുറച്ച് ദിവസത്തേനും കൂടെ അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ കഴിയും. ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മളെടുത്ത് നോക്കിയാൽ ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചു. ഒരു കാര്യം മാത്രം, ഒറ്റ കാര്യം സൂചിപ്പിക്കാം. സഖാവ് ഇ പി ജയരാജൻ അന്ന് വ്യവസായ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് KSIEL, അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിന് നിയമനം നൽകി എന്നതിൻ്റെ പേരിലാണ് അന്ന് ഇ പി ജയരാജന് രാജി ആവശ്യപ്പെടുന്നത്. ആരാവശ്യപ്പെട്ടത്? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. അന്ന് ഇതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിയുടെ ഒരു നേതാക്കളുടെയും മന്ത്രിമാരുടെയും മക്കളോ ബന്ധുക്കളോ ഇത്തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും പങ്കാളിയാകാൻ പാടില്ല. അപ്പോൾ അത് വീണയ്ക്ക് ബാധകമല്ലേ? ഇ പി ജയരാജന് ബാധകമായ കാര്യങ്ങൾ പിണറായി വിജയനും ബാധകമാവുമല്ലോ. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഇ പി ജയരാജൻ്റെ വകയിലേതോ ബന്ധുവായിരുന്നു. ഇത് മകളാണ്. ആ മകൾ CMRL കമ്പനിയിൽ സർക്കാരിന് ഓഹരി പങ്കാളിത്തമുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് ഉടമസ്ഥതയുള്ള ഒരു കമ്പനിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇടപാട് നടത്തിയിട്ടുള്ളതും അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതും. അപ്പോൾ ഇ പി ജയരാജൻ്റെ ഒരു നിയമം, പിണറായി വിജയന് വേറെ നിയമമാണ്. അപ്പോൾ അത് പാർട്ടി ചർച്ച ചെയ്യട്ടെ. ഇന്നത്തെ കോഴിക്കോട് നടക്കുന്ന വിശദീകരണ യോഗത്തിൽ ഈ കാര്യവും കൂടെ ഒന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് വിശദീകരിച്ചാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയന് വന്ന പണമാണ് വീണയിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ആണല്ലോ. ചുമ്മാ നടക്കുന്ന വീണയ്ക്ക് എന്തിനാണ് നാട്ടുകാർ പൈസ കൊണ്ട് കൊടുക്കുന്നത്? അത് പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടല്ലേ കൊടുത്തത്. ഒരു സാധാരണ പെൺകുട്ടി ഒരു IT കമ്പനി നടത്തുന്നു, അവർക്ക് കൊണ്ട് പണം കൊടുക്കാൻ ഏതെങ്കിലും കമ്പനിക്ക് പ്രാന്തുണ്ടോ? അപ്പോൾ ഇവിടെയുള്ള ഓരോ വ്യവസായ സ്ഥാപനങ്ങളും പിണറായി വിജയനോ മകൾക്കോ കൈക്കൂലി കൊടുക്കാതെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അവർ കൊടുക്കുന്നത്. സന്തോഷത്തോടുകൂടി കൈക്കൂലി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
കൈക്കൂലി കൊടുക്കുന്നവരുടെ ലക്ഷ്യം എന്താ? എൻ്റെ കാര്യം നടക്കണം, കൈക്കൂലി കൊടുക്കാതെ നടക്കില്ല. സന്തോഷത്തോടുകൂടി ലോകത്ത് ആരെങ്കിലും കൈക്കൂലി കൊടുക്കില്ല. അപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകാൻ ആ കമ്പനിക്ക് വേറെ നിവൃത്തിയില്ല, കൈക്കൂലി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൊടുത്തു. ഇതിലൂടെ പിണറായി വിജയനിലേക്കും വൈകാതെ തന്നെ ഇ ഡി എത്തും എന്ന് തന്നെയാണ്. ഇതിൽ പ്രതി പിണറായി വിജയനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ ഇത്ര ആരോപണം പറയുന്ന പിണറായിലേക്ക് എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് ന്യായീകരണങ്ങൾ ഒത്തിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ ന്യായീകരണങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ വേണമല്ലോ. തീർച്ചയായിട്ടും ഇതൊരു മുൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള CPM-ൻ്റെ അനുശേചനായ ഒരു നേതാവാണല്ലോ അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള കാര്യം വരുമ്പോൾ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊരു കാര്യം പറയാൻ പറ്റില്ല. അപ്പം ED അത്തരത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു തെളിവുകൾ EDക്ക് ലഭ്യമായിട്ടുണ്ട്. അല്ല പിന്നെ അങ്ങനെ ഒരു പത്രക്കുറിപ്പ് EDയെ പോലെ ഒരു ഏജൻസി പുറത്തുവിടുമെന്ന് ഞാൻ കരുതുന്നില്ല. പറയുന്ന ആവർത്തിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡയറിക്കുള്ളിൽ പേരുകളെന്നാണ് ഇതിലേക്ക് എത്തുന്നത് പറയുന്നത്. അപ്പോൾ ഡയറിയിൽ മറ്റു പേരുകളിലേക്കൊന്നും പോകുന്നില്ല, ഒരു PV എന്നല്ലെങ്കിൽ ആ പേരുകളിലേക്ക് മാത്രം ചുറ്റിപ്പറ്റി അന്വേഷണം പോകുന്നു എന്നൊരു ആക്ഷേപമൊക്കെ അവർ ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. അല്ലേ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും ഡിജിറ്റലായിട്ട് എവിഡൻസ് ഉള്ള ഇതാണ്. ബാക്കി പേരുകളിലേക്കും പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഫയൽ ചെയ്തിട്ടുള്ള CBI എൻക്വയറി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മാത്രമല്ല ഇതിനകത്ത് എന്തിനു വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ചോദ്യം അവിടെ നിൽപ്പുണ്ടല്ലോ. ഞാൻ ഈ കഥ പറയുന്നതല്ല, അതിനപ്പുറത്തോട്ട് എന്തിനു വേണ്ടിയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഇത്ര പൈസ കൊടുത്തത്, അത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള ആളുകളിലേക്കും സ്വാഭാവികമായും പോകും. ബാക്കിയുള്ള ആളുകളിൽ ഡിജിറ്റലായിട്ട് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ള വ്യക്തികളിലേക്ക് ഇപ്പോൾ തന്നെ അന്വേഷണം പോകുന്ന എൻ്റെ വിശ്വാസം. പിന്നെ ഡയറിയുടെ പുറകെ പോകുന്ന രണ്ടാം ഘട്ടത്തിലേ പോകാൻ പറ്റുള്ളൂ. അതിന് എന്തൊക്കെ നടന്നു, എന്തൊക്കെയാണ്. ഇതിപ്പോൾ ഈ ആ കുറ്റാരോപിതമായ ആ കമ്പനിയിൽ നിന്നും അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടത്തിയ ആളുകളോട് നിൽക്കില്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഈ CMRL കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ നേതാക്കളിലേക്കും അന്വേഷണം പോകണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ ആ പരാതി പരിഗണനയിലുണ്ട്. മറ്റൊരു വിഷയം, EDയുടെ ഈ ആക്രമിച്ച കേസിലെ പ്രതികൾ കഴിഞ്ഞ ദിവസം ഈ പോലീസ് സ്റ്റേഷന് മുൻപിലെ ഊഞ്ഞാലാടുകയും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ഒരു വീഡിയോ ഒക്കെ പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? അങ്ങനെ ഈ ഭരണം മാറിയത് ഇപ്പോഴും കുറച്ച് പോലീസുകാർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഒക്കെയാണ് ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് ഇവർ കണ്ടിട്ടുള്ളത് പലരും മിക്കവാറും ഈ CPM-ൻ്റെ ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ ഇന്നലെ ഊഞ്ഞാലാടിയത് ഒരാൾ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും അവരാണ് ഭരിക്കുന്നതെന്ന് പോലീസ് കരുതുന്നുണ്ട് കുറേ ആളുകൾ. അത് അവരുടെ മോശത്തിനാണ്, അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇതുവരെ ആ ധാരണ മാറിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഭരണം മാറിയത് അറിയാത്തതുകൊണ്ടുള്ള ഊഞ്ഞാലാട്ടമാണത്. ED ആക്രമിച്ച കേസിലെ പ്രതികളാണ്, അപ്പോൾ ഒന്നുമല്ല എന്ന് ചോദിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണെന്നോ അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? അല്ല, അത്രയൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് തുടർന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇത്തരം പ്രവണതകൾ അവർക്ക് ആ ഉദ്ദേശം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ എന്തും കാണിക്കും എന്നുള്ള ഉദ്ദേശം. പക്ഷേ അത് അങ്ങനെ ഉദ്ദേശമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ 73 ദിവസം എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് ആലോചിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ KT ജലീൽ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു, ലീഗ് നേതാക്കളുടെ വീട്ടിലേക്ക് വലിയ ഹവാലപ്പണം കണ്ടെത്താൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ പരാതി എന്തെങ്കിലും? വളരെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ആ വിഷയം ഔദ്യോഗികമായി തന്നെ പറയുന്നു. KT ജലീലിൻ്റെ പ്രസ്താവന വളരെയേറെ ഗൗരവമുള്ളതാണ്. രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കും ഭീഷണിയായിട്ടുള്ള ഹവാല ഇടപാടുകൾ മുസ്ലിം ലീഗിൻ്റെ MLA-മാർ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം അത്തരം കാര്യങ്ങൾ ആരൊക്കെയാണ് അദ്ദേഹത്തിന് അറിയാമെന്നല്ലേ പറഞ്ഞത്. അപ്പം 100 കോടി രൂപയുടെ എല്ലാ ഹവാല ഇടപാടുകൾ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു സമാന്തര സമ്പദ്ഘടനയ്ക്ക് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുകയാണെന്ന് വേണം അദ്ദേഹത്തിന് പ്രസ്താവന എന്ന് കരുതുക. കാരണം മുൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ് പ്രിയങ്കരനായ KT ജലീൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ഗൗരവമായിട്ട് എടുക്കണം. തീർച്ചയായിട്ടും ഈ വിഷയം അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. KT ജലീലിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. ജലീൽ ഈ കാര്യങ്ങളൊക്കെ ആരാണെന്നുള്ളത് വ്യക്തത വരുത്തണമെന്ന് കൂടി ആവശ്യപ്പെടുന്നു. അല്ല, എനിക്കൊരു സംശയമില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മന്ത്രി സ്ഥാനത്ത് MLA സ്ഥാനത്ത് നിന്നൊക്കെ മാറിയിട്ട് നിസ്സാര മാസങ്ങളായുള്ളൂ. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ
ഇത്തരം വിവരങ്ങൾ അറിയാമെങ്കിൽ അയാളത് അന്വേഷണ ഏജൻസികളുടെ മുമ്പിലോ സർക്കാരിന് മുമ്പിലോ മറച്ചു വെക്കുന്നതും കുറ്റകരമാണ്. ഇപ്പോൾ KT ജലീൽ ചെയ്ത ഒരു കുറ്റകരമായ ഇതാണ്. അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് അറിവുണ്ടെങ്കിൽ അദ്ദേഹം നിർബന്ധമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അടുത്ത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തി അതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നൊരു തെറ്റാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം.